ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ. വിഷയം അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിൻ്റെ കോട്ടകളെ തകർപ്പാൻ തക്ക ദൈവശക്തി ദൈവസഭകൾക്കുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവശക്തി ദൈവസഭകൾക്കുണ്ട്. ഹല്ലേലൂയ. അഭിഷേകം എന്നാൽ ഹല്ലേലൂയ എന്നാൽ പരിശുദ്ധാത്മ ശക്തിയുടെ നിറവ് നമ്മിൽ അനുഭവപ്പെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അഭിഷേകത്തിൽ ശത്രുവിനോട് പോരാടി ജയം എടുക്കാൻ കഴിയുന്നു. അഭിഷേകമുള്ളവർക്ക് ശത്രുവിനോട് പോരാടി ജയമെടുക്കാൻ കഴിയുന്നു. അഭിഷേകമില്ലെങ്കിൽ ശത്രുവിനോട് പോരാടുവാൻ ശക്തിയില്ലാതെ വരുന്നു. അത് മനസ്സിലാക്കുക. അഭിഷേകത്തിൻ്റെ ഹല്ലേലൂയ ഫലം കൃപാവരങ്ങളിൽ കൂടി ആണ് അനുഭവപ്പെടുന്നത്. കൃപാവരങ്ങൾ എന്നാൽ ഹല്ലേലൂയ 1 കൊരിന്ത്യർ 12:8, 9, 10, 28, 29, 30, 31. ഹല്ലേലൂയ. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് നോക്കിയാൽ മനസ്സിലാകും. കൃപാവരങ്ങളിൽ നിന്നും ആണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും സംഭവിക്കുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും സംഭവിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ അഭിഷേകത്തിൻ്റെ നിറവാണ് വരുന്നത്. അഭിഷേകത്തിൻ്റെ ഫലമാണ് കൃപാവരം. ഹല്ലേലൂയ. രണ്ടും ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ. ആ യെഹെസ്കേൽ പ്രവചനം ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഭവപ്പെടുന്നു. അഭിഷേകമെന്നാൽ പെന്തക്കോസ്ത് ആത്മീയ അനുഭവമാണ്. നാം പെന്തക്കോസ്ത് ആത്മീയ അനുഭവം എന്ന് പറയുന്നത് ഹല്ലേലൂയ പ്രധാനമായി അഭിഷേകമാണ്. ഹല്ലേലൂയ. ഇത് പുറത്തുള്ള ഹല്ലേലൂയ പൗരോഹിത്യ സഭകളിൽ നോക്കിയാൽ ഈ അനുഭവമില്ല. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയുന്നത് പെന്തക്കോസ്ത് ആത്മീയ അനുഭവമെന്ന്. ഇത് നമുക്ക് പുതിയ നിയമത്തിൽ കൂടി ക്രിസ്തു നമ്മളെ ജീവിതത്തിൽ കൂടെ പഠിപ്പിക്കുന്നു. പുതിയ നിയമം പെന്തക്കോസ്ത് ആത്മീയ അനുഭവമാണ് അതിൽ കൂടെ തെളിയുന്നത്. യേശു പഠിപ്പിക്കുന്നത് ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയാണ്. അവസാനം ശത്രുവിൻ്റെ തലയെ തകർക്കുന്നു. ഹല്ലേലൂയ. തലയെ തകർത്ത് ഹല്ലേലൂയ 3-ാമത്തെ ദിവസം മരിച്ച് അടക്കപ്പെട്ട് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. പിതാവിനാൽ സർവ്വ അധികാരവും ലഭിക്കുന്നു. അതാണ് പുതിയ നിയമം പെന്തക്കോസ്ത് ആത്മീയ അനുഭവമെന്ന് പറയുവാൻ കാരണം. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ അനുഭവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. അത് നമ്മിൽ അനുഭവപ്പെടണം. അതൊരു ദൈവശക്തിയാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ആ ശക്തി അനുഭവപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങൾ ആത്മീയതയിൽ പ്രവേശിക്കും. ഹല്ലേലൂയ. ആത്മീയതയിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞാൽ ശത്രുവിൽ നിന്നും അകന്നു വിട്ടു. ഹല്ലേലൂയ സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. ആത്മീയതയിൽ ഒരുത്തൻ പ്രവേശിച്ചാൽ ജഡീകനിൽ നിന്നും ജഡീക സ്വഭാവത്തിൽ നിന്നും വ്യത്യാസം വരും. ഹല്ലേലൂയ. അതാണ് ഒരാളെ ആത്മീയനാക്കുന്നത്. ഹല്ലേലൂയ. അത് നമ്മെ എത്ര അധികം സന്തോഷിപ്പിക്കും. ഹല്ലേലൂയ സ്തോത്രം. സന്തോഷവാനാക്കുന്നു. അതാണ് ഒരു ആത്മീയൻ്റെ അനുഭവം. ഉള്ളിൽ സന്തോഷമാണ്. ഹല്ലേലൂയ. ജഡീക സുഖങ്ങളിൽ നിന്നും ഹല്ലേലൂയ ഹല്ലേലൂയ ജഡീക സുഖങ്ങളിൽ നിന്നും മാറിപ്പോകുന്നു. നമ്മളിൽ ഒരു വെളിച്ചം പടരുന്നത് പോലെ തോന്നുന്നു. ഹല്ലേലൂയ. അതാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. ഒരു ആത്മീയനെ മലമേലിരിക്കുന്ന പട്ടണത്തെയാണ് വിശദീകരിക്കുന്നത്. മലമേൽ ഇരിക്കുന്ന പട്ടണമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അതിൽ നിന്ന് പ്രകാശം പുറത്തേക്ക് പോവുകയാണ്. ആ പ്രകാശം മലമേലിരിക്കുന്ന പട്ടണം ഒരു വിശ്വാസിയോ ഒരു ആത്മീയനോ ഒരു സഭയോ ആയിരിക്കും.
അതിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് ദേശത്തിന് വേണ്ടിയാണ് പ്രകാശം പോകുന്നത്. അത് ഓർമ്മ വയ്ക്കുക. ദേശത്തിനു വേണ്ടി പ്രകാശിക്കേണ്ടത് ഒരു പെന്തക്കോസ്ത് ദൈവ സഭകളാണ്. ഓരോ സഭകളും അതിലുള്ള ജനവും അതിലുള്ള ദൈവദാസന്മാരുമാണ് ആ പ്രകാശം കൊടുക്കേണ്ടത്. ആ പ്രകാശം അഭിഷേകമാണ്, അഭിഷേകത്തിൻ്റെ പ്രകാശമാണ് അവിടുന്ന് പോകുന്നത്. ഹല്ലേലൂയ. അതിനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, മലമേലിരിക്കുന്ന പട്ടണമെന്നും ഹല്ലേലൂയ വിളക്ക് കത്തിച്ച് തണ്ടിന്മേലെത്ര വയ്ക്കേണ്ട പറയും കീഴല്ല തണ്ടിന്മേലെത്ര വയ്ക്കേണ്ടതെന്ന്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വെള്ളത്താൽ സ്നാനം ഏൽക്കുമ്പോൾ ഹല്ലേലൂയ ഏൽക്കുമ്പോൾ മുതൽ നമ്മിലുണ്ട്. അതായത് നാം വെള്ളത്താൽ സ്നാനം ഏൽക്കുമ്പോൾ തൊട്ട് അത് പുതിയ നിയമത്തിൻ്റെ പ്രമാണമാണ്, നിയമമാണ്. യേശുവും സ്നാനമേറ്റ് കഴിഞ്ഞാണ് പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത്, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്നത്. സ്നാനമേറ്റ് കഴിഞ്ഞ് അഭിഷേകം പ്രാപിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ്. അത് നമ്മളെ കൺമുൻപിൽ പഠിപ്പിക്കുകയാണ്. കർത്താവ് വചനത്തിൽ കൂടി നമ്മോട് സംസാരിക്കുകയാണ്, നാം കർത്താവിനോട് സംസാരിക്കുകയാണ്. എന്നിട്ടും ഹല്ലേലൂയ പെന്തക്കോസ്ത് ദൈവസഭകൾ എവിടെ നിൽക്കുന്നെന്ന് സ്വയം ശോധന ചെയ്യുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നാൽ പ്രവർത്തനം ആരംഭിക്കുന്നത് തീയിലും പരിശുദ്ധാത്മാവിലും ഉള്ള സ്നാനം ഏൽക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ഇത് എൻ്റെ അനുഭവം കൂടെയാണ്. ഹല്ലേലൂയ. തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന അനുഭവം ഇതും എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ട് നിങ്ങളോട് ധൈര്യത്തോടെ ഞാൻ പറയുന്നു പ്രിയരെ, ഹല്ലേലൂയ, വിശ്വാസികൾ സ്വയം ശോധന ചെയ്യുക. വിശ്വാസം എവിടെ വരെയാണെന്ന്. ഹല്ലേലൂയ. മറ്റുള്ള സഭകളല്ല പെന്തക്കോസ്ത്. അതുകൊണ്ടാണ് പുതിയ നിയമം പഴയ നിയമമെന്ന് തിരുവചനത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നത്. ഇന്നും ന്യായപ്രമാണത്തിലും ഹല്ലേലൂയ ഹല്ലേലൂയ ന്യായപ്രമാണത്തിലും ഹല്ലേലൂയ അന്യദൈവങ്ങളെ ആരാധിച്ചും പൂജകൾ നടത്തിയും വരുന്ന സഭകൾ പരിശുദ്ധാത്മാവില്ലാത്ത സഭകളാണ്. പുറത്തുള്ള സഭകൾ, പെന്തക്കോസ്ത് സഭ വിട്ട് പുറത്തുള്ള സഭകൾ പരിശുദ്ധാത്മാവില്ലാത്തതാണ്. പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഒന്ന് കാണിക്കാമോ? എവിടെയും കാണുന്നില്ല. നമ്മൾ നല്ല നല്ല ആരാധനകൾ നടക്കുന്നു, അവിടെ ദൈവമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ പരിശുദ്ധാത്മാവില്ലെങ്കിൽ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവില്ലെങ്കിൽ അത് ഹല്ലേലൂയ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ ഇതിനു മുൻപും ഈ വിവരങ്ങളൊക്കെയും പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ പൂർണ്ണ വിശ്വാസത്തിൽ എത്താത്ത സഭകൾ ഇന്നും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് വെളിപ്പാടിൽ, പുതിയ നിയമത്തിൽ വെളിപ്പാടിൽ 7 സഭകളെക്കുറിച്ച് കർത്താവ് പറയുന്നു. ഹല്ലേലൂയ. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു 7 സഭകൾ. ഹല്ലേലൂയ. ആ 7 സഭകളിലും അത് 7 പെന്തക്കോസ്ത് സഭയാണ്. പലരും പല വിധത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഹല്ലേലൂയ അത് മനസ്സിലാക്കി തന്നിരിക്കുന്നത് 7 സഭകളും പെന്തക്കോസ്ത് സഭകളാണ്. ഹല്ലേലൂയ. അതിൽ ഒരു സഭ മാത്രം, ഫിലദൽഫിയ സഭ മാത്രം ഏകദേശം ഹല്ലേലൂയ ശരിയായി വന്നിട്ടുണ്ട് ആത്മീയ ജീവിതം. ബാക്കി 6 സഭകളും കുറ്റക്കാരാണ്, കുറ്റമുണ്ട്. കർത്താവ് ആ കുറ്റം ആ സഭയോട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളുടെ സഭയിൽ നിങ്ങളിൽ ഇന്ന കുറ്റമാണ്, ആ കുറ്റം ഇന്ന രീതിയിൽ നമ്മൾ തിരുത്തിയെടുക്കണമെന്ന് ദൈവം പറയുകയാണ്. ഹല്ലേലൂയ. ആ 6 സഭകളോടും പറയുന്നുണ്ട്. ഈ 7 സഭകളാണ് ഇന്ന് ഭൂമിയിലുള്ളത്. ഹല്ലേലൂയ. ഭൂമിയിലുള്ള ദൈവസഭകൾ, പെന്തക്കോസ്ത് ദൈവസഭകൾ. ഈ സഭകളിൽ തെറ്റുകളുണ്ട്, എന്നാൽ അത് തിരുത്തിയെടുക്കേണ്ടത് സഭയും സഭയിലുള്ള ദൈവദാസന്മാരും സഭയിലുള്ള മേൽത്തട്ടുമാണ്. ഹല്ലേലൂയ. ഇന്ന് മേൽത്തട്ടിൽ പറയുന്നത് രാഷ്ട്രീയം ഉണ്ടാക്കുകയാണ്. തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? ഹല്ലേലൂയ. എത്ര മ്ലേച്ഛമായ പ്രവർത്തനം! ഹല്ലേലൂയ. രാഷ്ട്രീയം കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവാണെന്നൊരു വാക്ക് വായിൽ നിന്ന് വരുന്നില്ല ആ മനുഷ്യൻ്റെ. ഹല്ലേലൂയ. മേൽത്തട്ടിലിരിക്കുകയാണ്, മേലിരിക്കുകയാണ്. അനേക ആയിരം അത് കേൾക്കുകയാണെന്ന് ചിന്തിക്കുന്നില്ല. ഹല്ലേലൂയ. ആത്മീയമായി എന്താണ് സംഭവിക്കുന്നത്? കർത്താവിൻ്റെ വരവാണ്, ഭയപ്പെടുന്നില്ല ഒന്നിനെയും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. അതായത് എന്തുകൊണ്ട് ഞാൻ ദൈവദാസന്മാരെ പറയുന്നു? ഹല്ലേലൂയ.
ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. സുവിശേഷകർക്ക് കൊടുത്തിരിക്കുന്ന വചനം യെഹെസ്കേൽ 37:7, 8, 9. അത് നിങ്ങളുടെ മുൻപിൽ ഞാൻ വായിക്കാം. ഹാലേലുയ, ഹാലേലുയ. 7. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഹാലേലുയ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. ആരോടാണ് പറയുന്നത്? ദൈവവേല ചെയ്യുന്ന സുവിശേഷകരോടെ, പ്രവാചകന്മാരോടെയാണ് ഈ പറയുന്നത്. ഹാലേലുയ, ഹാലേലുയ. കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു കാവലാണ്. അവർ ആത്മീയതയിൽ നിന്നും, കർത്താവിൻ്റെ ക്രിസ്തുമാർക്കത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാൻ അവരെ കാവൽ ചെയ്യേണ്ടത് ദൈവദാസന്മാരും പ്രവാചകന്മാരും ഹാലേലുയ അങ്ങനെയുള്ളവരാണ്. ഹാലേലുയ അവിടെ തെളിയിക്കുന്നു. നീ എൻ്റെ വഴിയിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ആരെ? വിശ്വാസികളെ അവരെ ഓർമ്മപ്പെടുത്തണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിവാൻ കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ നിന്റെ അകൃത്യം നിമിത്തം മരിക്കും. ദുഷ്ടൻ മരിക്കുക എന്ന് പറയുമ്പോൾ പാവിയാണ്, വിശ്വാസിയല്ല. അവർക്ക് ദൈവം തന്നിരിക്കുന്ന വചനം അവരെ പഠിപ്പിക്കേണ്ടത് നിന്റെ കടമയാണ്. എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? വചനത്തിലും പ്രകാരം കിടക്കുന്നു ഓരോ വിഷയങ്ങളും. ആത്മീയ അർത്ഥവും ആത്മീയ ആശയും ആത്മീയ കാഴ്ചപ്പാടും തിരുവചനത്തിൽ കിടക്കുന്നു. അത് കാണുന്നില്ല. ഹാലേലുയ, ഹാലേലുയ. സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആ ഹാലേലുയ പ്രബോധിപ്പിക്കാതിരുന്നാൽ നീ മരിക്കും. അതായത് പ്രവാചകൻ അല്ലെങ്കിൽ ദൈവദാസന്മാർ അവർ മരിക്കുക എന്ന് പറഞ്ഞാൽ അവർ പിന്മാറ്റത്തിലാകും. മരണമെപ്പോൾ? നിത്യനരകം, ന്യായവിധിയിലാണ് അവർക്ക് മരണത്തിൻ്റെ പൂർണ്ണത കിട്ടുന്നത്. ഇപ്പോൾ പിന്മാറ്റത്തിലായി പോവുകയാണ്. അതായത് ദൈവഹിതം, ദൈവത്തിൻ്റെ പ്രമാണത്തിലുമല്ല പോകുന്നത്. അതായത് വചനപ്രകാരമല്ല. ഹാലേലുയ, ഹാലേലു. വചനപ്രകാരമെങ്കിൽ ഒരു ആത്മീയന് അഭിഷേകമുണ്ട്. അഭിഷേകത്തിൽ വന്നേ കഴിയൂ. ഹാലേലുയ. അതാണ് സുവിശേഷം. ഹാലേലുയ. സ്തോത്രം, സ്തോത്രം. എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടു തിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ടു തിരിയാഞ്ഞാൽ അവൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും. എന്നാൽ നാം വചനം കൊടുത്തു കഴിഞ്ഞിട്ട് അത് അംഗീകരിച്ച് ഏറ്റെടുക്കാതിരിക്കുന്ന ജനം അവർ മരിക്കും എന്ന് പറഞ്ഞാൽ പിന്മാറ്റത്തിലാകും. ന്യായവിധിയിൽ അവർ നിത്യനരകത്തിന് അവകാശികളാകും. അതാണ് മരണം. ഹാലേലുയ. നിത്യജീവൻ പ്രാപിക്കുന്നവർക്ക് മരണമില്ല. ഹാലേലുയ. അതാണ് ഇവിടെ പറയുന്നത്. ഇതാരാണ്? ഹാലേലുയ. പാപികളുമുണ്ട്, ദുഷ്ടന്മാരുമുണ്ട്. സഭയ്ക്കകത്തിരിക്കുന്ന പാപികളുമുണ്ട്, സഭയ്ക്കകത്തിരിക്കുന്ന ദുഷ്ടന്മാരുമുണ്ട്. ദുഷ്ടന്മാരെന്ന് പറയുമ്പോൾ അവർ കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു എന്നല്ല. ഹാലേലുയ. അതിന് അർത്ഥം ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകുന്നു. ഹാലേലുയ. സഭകളിൽ വന്നിരുന്നു ഹാലേലുയ സുവിശേഷം കേട്ട്, വചനം കേട്ട്, വചനം വായിച്ച് പഠിച്ച് എല്ലാം ഉണ്ടായിട്ടും അഭിഷേകം എവിടെ? പ്രിയമുള്ളവരെ, ഇത് വലിയ സങ്കടത്തിൻ്റെ വിഷയമാണ്. അഭിഷേകം എവിടെ? കൃപാവരം എവിടെ? ഇതില്ലാതെ ഹാലേലുയ പുതിയ നിയമത്തിലെ യേശുവിനോട് കൂടെയാണെന്ന് പറയുവാൻ കഴിയില്ല. ഹാലേലുയ. പുതിയ നിയമത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് യേശുവാണ്, തൻ്റെ ശിഷ്യന്മാരാണ്. ഹാലേലുയ. അത് നമുക്ക് പഠിക്കാൻ കഴിയണം. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ടുതിരിയാഞ്ഞാൽ അവൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. നീയോ എന്ന് പറയുന്ന ആരെയാണ്? ദൈവദാസന്മാരെ, മേൽത്തട്ട് ദൈവദാസന്മാരെ, ഹാലേലുയ, പ്രവാചകന്മാരെ, ഹാലേലുയ, ഹാലേലുയ. ഇവരോടാണ് ദൈവം പറയുന്നത് നീ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അങ്ങനെ അവർക്ക് വചനം കൊടുത്ത് അവർ വന്നില്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്, വചനം പറയുന്നത്. ഹാലേലുയ. പ്രിയമുള്ളവരെ,
ദൈവദാസന്മാരെ, നിങ്ങൾ ഏറ്റവും ഗ്രഹിക്കേണ്ട കാര്യമാണിത്. ഹല്ലേലൂയ. അപ്പാ യേശുവേ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലൂയ. കർത്താവിൻ്റെ പൊന്നുതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ പൊന്നുതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ കർത്താവ് ഇത്രയും അവസരം നൽകിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പാ കർത്താവേ, അടിയനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. ശത്രു അവരെ വിട്ട് ഓടിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശത്രുവിനെ അകറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഹല്ലേലൂയ. അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം. ആമേൻ. സ്തോത്രം.